Alhamdulillah, Alhamdulillahi Rabbil Alameen. Allahumma salli ala Muhammadin wa ala ali Muhammad. നമുക്കിനി സൂറത്തുൽ അഅറാഫിലെ 58ാമത്തെ സൂക്തമാണ് മനസ്സിലാക്കാനുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والبلد الطيب يخرج نباته بإذن ربه والذي خبث لا يخرج إلا نكدا كذلك نصرف الآيات لقوم يشكرون. വൽബലദു ത്വയ്യിബു, നല്ല മണ്ണ്. ബലദ് എന്ന് പറഞ്ഞാൽ രാജ്യം എന്ന് അർത്ഥമുണ്ട്. യഖ്റുജു നബാത്തുഹു, അവിടുത്തെ ചെടി പുറത്തു വരുന്നു. ചെടിയും അതിൻ്റെ ഫലങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. ബി ഇദ്നി റബ്ബിഹി, നാഥൻ്റെ അതിൻ്റെ റബ്ബിൻ്റെ ഹിതപ്രകാരം, സമ്മതപ്രകാരം, ഇഷ്ടപ്രകാരം. വല്ലദീ ഖബുസ, മോശമായത്, ചീത്തയായത്, ചീത്തയായ മണ്ണ് എന്നർത്ഥം. അൽ ബലദുൽ ഖബീസ് എന്നർത്ഥം. ലാ യഖ്റുജു, അവിടെ നിന്ന് പുറത്തു വരികയില്ല. ഇല്ലാ നഖിദ, ന്യൂനതയുള്ളതല്ലാതെ. നല്ലത് അവിടുന്ന് പുറത്തു വരില്ല, ചീത്ത. കദാലിക, അപ്രകാരം. നുസറിഫുൽ ആയാത്തി, ആയാത്തുകളെ നാം വിശദീകരിക്കുന്നു. ലിഖൗമിൻ യഷ്കുറൂൻ, നന്ദിയുള്ള ജനത്തിന് വേണ്ടി. അല്ലാഹു തആല നന്ദിയുള്ളവരിൽ നമ്മയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒന്നുകൂടെ അർത്ഥം പറയാം. വൽ ബലദു ത്വയ്യിബു, നല്ല മണ്ണ്. ബലദ് എന്ന സാധാരണ നമ്മൾ രാജ്യം എന്നർത്ഥം പറയും, ഭൂമി എന്നർത്ഥം പറയും. ഭൂമി എന്നല്ല, മണ്ണ് എന്നർത്ഥം പറയും. ഇവിടെ മണ്ണ് എന്നർത്ഥം പറയാനുള്ളൊരു കാരണം നമുക്ക് മനസ്സിലാക്കാം. യഖ്റുജു നബാത്തുഹു, ഖറജന പുറത്തു പോവുക, പുറത്തിറങ്ങുക എന്നൊക്കെ അല്ലേ. ചെടി എന്നാണല്ലോ നബാത്ത്. നബാത്ത് മുളക്കുന്നു എന്നർത്ഥം, അല്ലെങ്കിൽ നബാത്ത് പുറപ്പെടുന്നു. നബാത്തിൻ്റെ ഉൽപാദനവും അടക്കമാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുണ്ട്. ബിഇദ്നി റബ്ബിഹി, അതിൻ്റെ റബ്ബിൻ്റെ ഇദ്ന് പ്രകാരം, സമ്മതപ്രകാരം, ഹിതപ്രകാരം. വല്ലദീ ഖബുസ, ചീത്തയായ മണ്ണ്, ഖബീസ്. ലാ യഖ്റുജു, അത് പുറത്തു വരികയില്ല അവിടെ നിന്ന്, അല്ലെങ്കിൽ അത് മുളപ്പിക്കുകയില്ല. ഇല്ലാ നഖിദ, മോശപ്പെട്ടതല്ലാതെ. നല്ല മണ്ണിൽ നല്ല വിളയും നല്ല കായ്ഫലവും, ചീത്ത മണ്ണിൽ ചീത്ത ചെടിയും മരവും മോശപ്പെട്ട വിളവുമായിരിക്കും. കദാലിക, അങ്ങനെ. നുസറിഫുൽ ആയാത്തി, നാം ആയാത്തുകളെ, ദൃഷ്ടാന്തങ്ങളെ വിവരിക്കുന്നു. ലിഖൗമി യഷ്കുറൂൻ, നന്ദി കാണിക്കുന്ന ജനത്തിന് വേണ്ടി. അള്ളാഹുവിന് മാത്രമേ ഇബാദത്ത് ചെയ്തുകൂടൂ എന്നുള്ളതിന് ഒരു ന്യായം കൂടി, ഒരു തെളിവ് കൂടി അല്ലാഹു തആല എടുത്തു പറയുകയാണ്. നമ്മളുടെയൊക്കെ അനുഭവത്തിലുള്ള ഒരു കാര്യം. നല്ല മണ്ണ്, നല്ല മണ്ണിൽ കൃഷി ചെയ്താൽ, നല്ല വെള്ളം കിട്ടിയാൽ നന്നായിട്ട് വളരും. എന്നാൽ ചീത്ത മണ്ണാണെങ്കിലോ, വെള്ളം കിട്ടിയാൽ, ഇപ്പം നമുക്കറിയാലോ നമ്മുടെ ഈ പറമ്പിൻ്റെയൊക്കെ ഒരു സ്ഥിതി. പറമ്പിലെ മണ്ണും പാടത്തെ മണ്ണും കൃഷിയോഗ്യമായ മണ്ണും ഒക്കെ നമുക്കറിയാലോ. എത്ര വെള്ളം കൊടുത്തിരിക്കും. ഇതേ വെള്ളം അല്ലെങ്കിൽ നല്ല മണ്ണുള്ള സ്ഥലത്ത് കൊടുക്കുന്ന വെള്ളവും വളവും കൊടുത്തിട്ടും കാര്യമില്ല. അതാ ഒരു സ്ഥലത്തിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പം ഇങ്ങനെയുണ്ട് മണ്ണ് എന്നത് മനുഷ്യൻ്റെ നിത്യ അനുഭവമാണ്. കൃഷിക്കാരന് അതിനെ സംബന്ധിച്ച് നന്നായിട്ട് അറിയാം. അതാണ് വല്ലദീ ഖബുസ ലാ യഖ്റുജു ഇല്ലാ നഖിദ. നഖിദ് എന്ന് പറഞ്ഞാൽ ന്യൂനതയുള്ളത്, പ്രയാസമുള്ളത്, മോശപ്പെട്ടത് എന്നൊക്കെയാണ് അർത്ഥം. ഇതെന്തിനങ്ങനെ അല്ലാഹു തആല എടുത്തു പറയണത്? മനുഷ്യന്മാരും ഇങ്ങനെയാണ് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. മനുഷ്യന്മാരും ഇങ്ങനെയാണെന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി. നല്ല മനുഷ്യന്മാരുണ്ടാവും, നല്ലവരുണ്ടാവും.
അവർക്ക് ഹിദായത്താകുന്ന വെള്ളം കിട്ടിയാൽ, സന്മാർഗമെന്ന് പറയുന്ന അള്ളാഹു നൽകുന്ന അനുഗ്രഹം കിട്ടിയാൽ, നല്ല മണ്ണിന് നല്ല വെള്ളം കിട്ടണത് മാതിരിയാണ്. അവർ അതിലിങ്ങോട്ട് വളരും, അവരുടെ വിശ്വാസം കരുത്തുള്ളതാകും. എന്നാൽ ചിലർക്ക് ഹിദായത്ത് എന്താണെന്നറിയാം, അത് സാധനം കയ്യിലുണ്ടാവും, ഈമാനും കയ്യിലുണ്ടാവും, പക്ഷെ ഒരു ഗുണമേന്മ ഉണ്ടാവില്ല. പെരുമാറാൻ അറിയില്ല, ഇടപഴകാൻ അറിയില്ല, സാമ്പത്തിക ഇടപാടുകളിൽ കൃത്യതയുണ്ടാവില്ല, ആരാധനാ കാര്യങ്ങളിൽ നിഷ്ഠയുണ്ടാവില്ല. ഇങ്ങനെ ഒരുപാട് മനുഷ്യന്മാർ നമുക്ക് പരിചയമുണ്ടല്ലോ. ഒരുപാട് മനുഷ്യന്മാരുണ്ട്. കൊള്ള പൊളിച്ച തെറി പറയുക, നുണ പറയുക, ചതിക്കുക, മനുഷ്യന്മാരോട് പരസ്പരം മാന്യമായി സംസാരിക്കുക എന്നുള്ളത് പോലും അറിയാത്ത, അതുപോലെ അഹങ്കാരം, ആളുകളെ അവഗണിക്കുക, നിന്ദിക്കുക, പരിഹസിക്കുക. അപ്പോൾ ഇത് ഏതുപോലെയാണെന്ന് അള്ളാഹ് പറയണത്? മണ്ണ് പോലെയാണ്. മണ്ണ് നല്ല മണ്ണാണെങ്കിൽ അതിൽ ആവശ്യമുള്ള വെള്ളവും വളവും കിട്ടിയാൽ അത് നല്ല ചെടി വളർത്തിക്കൊണ്ടുവരും, അതിൽ നിന്ന് നല്ല വളവും കിട്ടും. ചീത്ത മണ്ണാണെങ്കിൽ ചിലപ്പോൾ മുളച്ചൊക്കെ വരും. നമുക്കറിയാലോ, ചില സ്ഥലങ്ങളിൽ നട്ടിട്ടുള്ള കപ്പക്കിഴങ്ങും വാഴയും തെങ്ങും കഴുങ്ങുമൊക്കെ മുരടിച്ച് ഇങ്ങനെ നിൽക്കും. വെള്ളം കിട്ടിയാൽ അപ്പം ഒന്ന് ലേശം പിന്നെയും പഴയമാതിരി തന്നെ. നമ്മൾ സാധാരണ പറയുക പറമ്പും പാടവും. പറമ്പിൽ അങ്ങനെ ആയിരിക്കും, പാടത്ത് അങ്ങനെയല്ല. വെള്ളം കിട്ടിയാൽ അതിൻ്റെ ഗുണം അവിടെ കാണും. അത് ആ മണ്ണിൻ്റെ. നമ്മളെ കേരളത്തിലെ പല പ്രദേശവും അങ്ങനെയാണ്. എന്നാൽ നമ്മൾ മറ്റു സ്റ്റേറ്റിലേക്ക് പോയാൽ അവിടെ കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ്, വെള്ളവും കിട്ടിയാൽ അത്. അപ്പോൾ ഇതാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉണർത്തിയിട്ടുള്ളത്. വെള്ളം കിട്ടിയാൽ മാത്രം പോരാ, അത് ഉപയോഗപ്പെടുത്താനുള്ള യോഗ്യത കൂടി മനുഷ്യൻ സ്വയം നേടിയെടുക്കണം. മനുഷ്യനല്ല, മണ്ണിന് ആ ഒരു അത് അള്ളാഹ് നൽകിയിട്ടില്ലെങ്കിൽ ഉണ്ടാവില്ല. മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ ഹിദായത്ത് എന്ന് പറയുന്ന വലിയ അനുഗ്രഹം, ഭൂമിക്ക് വെള്ളം എന്നതുപോലെ, അത് ലഭിച്ചിട്ട് അതിൻ്റെ ഗുണങ്ങൾ അത് പോഷിപ്പിക്കാനും ആ ഗുണങ്ങൾ ഉൾക്കൊള്ളുവാനും സാധിക്കുന്നില്ലെങ്കിൽ അവൻ ഊഷരമായ മണ്ണ് പോലെ ഫലശൂന്യമായി മാറുന്ന അവസ്ഥ. അല്ലെങ്കിൽ ഈമാനോ ഹിദായത്തോ ഒക്കെ അവൻ ഉണ്ടെന്ന് പറയാം, അതിൻ്റെ ഗുണങ്ങളില്ലാത്ത ചെടി മുളക്കും, കായ് ഉണ്ടാവില്ല. കപ്പക്കിഴങ്ങ് മുളച്ച് ഉണ്ടാവും, അതിങ്ങനെ മുരടിച്ച് മെല്ലിച്ച് അത് പറിച്ചു വെക്കിയാൽ 4 വേരുണ്ടാവും. ഇങ്ങനെയായി മാറുന്ന. അപ്പോൾ ഹിദായത്തിനെയും മഴവെള്ളത്തെയും അല്ലാഹു തആല ഉദാഹരിച്ചിരിക്കുകയാണ്. ഇത് നമ്മൾ നന്നായിട്ട് ഉൾക്കൊള്ളണം. ഹിദായത്ത് കിട്ടിയതിന് ശേഷം എന്നിലുണ്ടായ ഗുണമെന്ത്, എന്നിൽ നിന്ന് ഞാൻ ദൂരീകരിച്ചിട്ടുള്ള ദോഷങ്ങൾ എന്ത്, ദൂരീകരിക്കേണ്ടവ എന്ത് എന്ന് സ്വയം ചിന്തിച്ച് ഉൾക്കൊള്ളണം എന്നാണ് നമ്മൾ അല്ലാഹു തആല പറയുന്നത്. വൽ ബലദു, നമ്മളോട് അല്ലാഹു തആല പറയുന്നത്. ഒരു ഹദീസ് പ്രകാരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞത്, ഇന്ന മസലമ ബഅസനി അല്ലാഹു മിനൽ ഹുദാ വൽ ഇൽമി കമസലി ഗൈസിൻ അസാബ അർള. എന്നെ നിയോഗിച്ച അള്ളാഹു, ആ നിയോഗമെന്ന് പറയുന്നത് മഴവെള്ളം വർഷിച്ച ഒരു പ്രദേശം പോലെയാണ്. അത് നല്ല പ്രദേശമാണെങ്കിൽ ആ മഴവെള്ളം കൊണ്ട് ആ പ്രദേശത്തിന് ഗുണമുണ്ടാകും, അതുകൊണ്ട് ജനങ്ങൾക്കും ഗുണമുണ്ടാകും. അത് ഉറച്ച പ്രദേശമാണെങ്കിലും അതിൽ മഴവെള്ളം കെട്ടി നിർത്തിക്കൊണ്ട് ജനങ്ങൾക്ക് ഗുണം ചെയ്യും. എന്നാൽ മഴവെള്ളം കെട്ടി നിർത്തുകയുമില്ല, നല്ല രൂപത്തിൽ അവിടെ നിന്ന് ചെടി മുളച്ച് വരികയുമില്ല. അങ്ങനെ ഖീആൻ പ്രദേശം, മരുഭൂമി പോലെയുള്ള പ്രദേശമുണ്ട്, അല്ലെങ്കിൽ തരിശായ പ്രദേശമുണ്ട്, അതുകൊണ്ടൊരു ഗുണം ഉണ്ടാവില്ല. അങ്ങനെയാണ് എന്നിൽ നിന്നുള്ള സന്മാർഗം കിട്ടിയിട്ട് അത് ഉൾക്കൊണ്ടവരെങ്ങനെയാണ്? ഒരു മഴവെള്ളം കൊണ്ട് നല്ല ചെടി മുളച്ചു വരുന്ന ഭൂമിയെ പോലെയാണ്. ഒരു വിഭാഗം അതുകൊണ്ട് ഒരു ഗുണവും കിട്ടാത്തവരാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചതായിട്ട് ഹദീസിലും വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ അർത്ഥം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. വൽ ബലദു ത്വയ്യിബു എന്ന് പറഞ്ഞാൽ നല്ല മണ്ണ് എന്നാണ് അതിൻ്റെ അർത്ഥം. യഖ്റുജു നബാത്തുഹു, അതെന്താ മനസ്സിലാക്കാൻ കാണാൻ യഖ്റുജു നബാത്തുഹു എന്ന് ശേഷം വരുന്നുണ്ട്. അപ്പോൾ നല്ല രാജ്യം എന്ന് പറഞ്ഞാൽ പോരല്ലോ, നല്ല മണ്ണിൽ നിന്ന് അവിടുത്തെ ചെടി പുറത്തു വരുന്നു എന്നാ.
ബി ഇതിന് റബ്ബിഹി അതിൻ്റെ റബ്ബിൻ്റെ ഹിതപ്രകാരം, സമ്മതപ്രകാരം, ഇഷ്ടപ്രകാരം. വല്ലതി ഹബുസ ചീത്തയായത്, ഹബീസ് ചീത്ത, ത്വയ്യിബ് എന്നുള്ളതിൻ്റെ വിപരീതമായിട്ട്. ലാ യഖ്റുജു അവിടെ നിന്ന് അത് ചെടി പുറത്തു വരികയില്ല, ഇല്ല നഖിതൻ മോശപ്പെട്ടതല്ലാതെ. അവിടെ നിന്നുള്ള ചെടി മുളച്ചു വരില്ല. അത് നമുക്കൊക്കെ കൃഷിയിൽ ചെറിയ കൃഷിയെങ്കിലും ചെയ്യുന്ന എല്ലാവർക്കും അനുഭവമുള്ള കാര്യമാണ്. ഇത് മനുഷ്യൻ്റെ മാതിരിയാണ്, മനുഷ്യൻ ഇങ്ങനെയാണ്. അതിൽ നന്മ വളരെ വേഗത്തിൽ ഉൾക്കൊള്ളുകയും അത് സമൂഹത്തിൽ പ്രസരിക്കുകയും ചെയ്യുന്ന നല്ലവരായ മനുഷ്യരുണ്ട്. നന്മ അല്പമൊക്കെ ഉണ്ടെങ്കിലും അതുകൊണ്ട് കാര്യമായൊരു ഗുണമൊന്നും പുറമേക്ക് പ്രകടമാകാത്ത ആൾക്കാരുമുണ്ട് എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഹിദായത്ത് കിട്ടിയാൽ അതിൻ്റെ ഗുണം അതിങ്ങട്ട് ആളുകൾക്ക് അനുഭവിക്കാൻ കഴിയുന്ന വിധത്തിൽ, ഉത്തമമായ വിധത്തിൽ നമ്മളതിനെ വളർത്തിക്കൊണ്ടുവരണം. നമ്മുടെ എല്ലാ ഇടപാടുകളിലും അള്ളാഹുവിൻ്റെ ഹിദായത്തിൻ്റെ വെളിച്ചം പ്രസരിക്കണം എന്നാണ് സൂചന. കദാലിക അപ്രകാരമാകുന്നു നുസറിഫുൽ ആയാത്ത്, ആയാത്തുകളെ നമ്മൾ വിവരിക്കുന്നത്. തസ്രീഫുൽ ആയാത്ത്, തസ്രീഫു റിയാഹ് എന്നൊക്കെ പറഞ്ഞാൽ അത് മനുഷ്യന്മാർക്ക് മനസ്സിലാക്കേണ്ട വിധം വ്യത്യസ്തങ്ങളായ തരത്തിൽ ഉദാഹരിക്കുക. ഒരുപാട് ഉദാഹരണങ്ങൾ, ഒരുപാട് ചരിത്രങ്ങൾ, ഒരുപാട് സംഭവ കഥകൾ പ്രവാചകന്മാരുടെ ജനതയുടെയൊക്കെ. അതുപോലെ തന്നെ ഇത്തരത്തിൽ മഴ, വെള്ളം, കടൽ, പ്രകൃതി, മല, വഴി, പ്രപഞ്ചത്തിൽ അള്ളാഹു ഒരുക്കി വച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും. ഇതാണ് തസ്രീഫുൽ ആയാത്ത് എന്ന് പറഞ്ഞാൽ. ആയാത്തുകളെ നാം വിവരിക്കുന്ന വിവിധ തരത്തിൽ ലി ഖൗമി യഷ്കുറൂൻ, ശുക്ർ ഉള്ള ജനത്തിന് വേണ്ടി. അള്ളാഹു സുബ്ഹാനഹു വ തആല ശുക്റുള്ളവരിൽ നമ്മയും ഉൾപ്പെടുത്തട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم علمنا ما ينفعنا وانفعنا بما علمتنا. ربنا زدنا علما. ربنا هب لنا من لدنك رحمة وهيئ لنا من أمرنا رشدا. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. والحمد لله رب العالمين.